നക്ഷത്രത്തെക്കുറിച്ച് പൊതുവെ പറഞ്ഞാൽ സംഗീതപ്രേമികളാണെങ്കിലും പിശുക്കുള്ളതായാണ് ഔട്ട നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത്. നന്നായി അധ്വാനിക്കുന്നവരും പടിപടിയായി ഉയർച്ച ഉണ്ടാകുന്നവരും ആണെങ്കിലും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെടലും പല പ്രതിസന്ധികളും ഇവരുടെ ജീവിതത്തിൽ പൊതുവെ കണ്ടുവരുന്നു. ഈ നക്ഷത്രക്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഗൃഹകാര്യങ്ങൾക്ക് ഈ വർഷം അനുകൂലമാണ്. മുടങ്ങിക്കിടന്ന ഗൃഹകാര്യങ്ങൾ പുരോഗമിക്കും. തൊഴിലകത്ത് പുരോഗതി ഉണ്ടാവും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. കൃഷിക്കാർക്ക് പ്രതീക്ഷിച്ചത്രയും സാമ്പത്തിക നേട്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല. എങ്കിലും പൊതുവെ കൃഷി കൊണ്ട് ഗുണമുണ്ടാകുന്നവരാണ്. ആധ്യാത്മിക വിഷയങ്ങളിൽ അറിവുള്ളവരും ധർമ്മപുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുക വഴി കുടുംബത്തുണ്ടാകുന്ന പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സാധിക്കും. ശത്രുക്കളുടെ ഇടപെടലുകളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള കഴിവുണ്ട്. ദൂരദേശ യാത്രകൾ നടത്തും. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരികയും ചെയ്യും. ചില ഘട്ടങ്ങളിൽ പാഴ്ചെലവ് ഉണ്ടാകുന്ന നിമിത്തം ക്ലേശങ്ങളുണ്ടാവും. ക്രയവിക്രയങ്ങളിൽ നല്ല സാമർഥ്യമുള്ളവരും നേട്ടമുണ്ടാക്കുന്നവരുമാണ്. ദൈവിക കാര്യങ്ങളിൽ പ്രത്യേകിച്ചും യോഗ മുതലായ കാര്യങ്ങളൊക്കെ കൃത്യതയും ശ്രദ്ധയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരാണ്. വളരെ ഉറ്റവരുടെ വിയോഗം ഉണ്ടാകുന്നതിന് ഈ വർഷം സാധ്യതയുണ്ട്. ഏത് രംഗത്തും അഭിമാന നഷ്ടം വന്നാൽ പൊട്ടിത്തെറിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. പെട്ടെന്ന് കോപിക്കുകയും ചെയ്യും. പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടങ്ങൾക്കും സാധ്യതയുള്ളവരാണ്. ചതയ നക്ഷത്രത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പൊതുവെ ചതയ നക്ഷത്രക്കാർ ഗുരുജനങ്ങളെയും ദേവന്മാരെയും പൂജിക്കുന്നതും നല്ല മനസ്സിന് ഉടമകളുമാണ്. എന്നാൽ അപൂർവ ചില ചതയ നക്ഷത്രക്കാരായ സ്ത്രീകൾ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുകയും ചില പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചിന്താശൂന്യമായി പെരുമാറുകയും ചെയ്യുന്നവരായി കണ്ടുവരുന്നുണ്ട്. പൊതുവെ ചതയ നക്ഷത്രക്കാർ ഇവർക്ക് ഈ വർഷം ഗുണദോഷ മിശ്രമായ ഫലമാണ് കാണിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ കൃത്യമായ വഴിപാട് നടത്തുന്ന പക്ഷം ചതയ നക്ഷത്രക്കാരെ ബാധിക്കുന്ന അസുഖങ്ങളും അതുപോലെ തന്നെ കുടുംബത്തുണ്ടാകുന്ന മറ്റ് ക്ലേശങ്ങൾ, കള്ളന്മാരുടെ ശല്യം, വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന അലസത തുടങ്ങിയവയ്ക്ക് പരിഹാരമുണ്ടാകും. ഇവരുടെ സഹോദരന്മാർക്ക് പ്രതികൂലമായ സമയമാണ്. യാത്രകൾ കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. യുവജനങ്ങളെ വിവാഹം മുതലായവ നടക്കുന്ന സമയം കൂടിയാണ്. ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. പണം അവിചാരിതമായി കൈവശം വന്നു ചേരും. കരാർ മുഖേന സാമ്പത്തിക നേട്ടമുണ്ടാവും. പ്രവൃത്തികളിൽ വഞ്ചനയ്ക്ക് പാത്രമാകാതെ പ്രത്യേകം കരുതൽ ആവശ്യമാണ്. തൊഴിൽ തർക്കങ്ങളിൽ ഇടപെട്ട് ദോഷങ്ങളുണ്ടാവും. സമൂഹ മധ്യത്തിൽ മാന്യമായ പദവി അംഗീകാരങ്ങളും ലഭിക്കും. ഓഹരി വിപണിയിൽ പണം മുടക്കി നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളവരാണ്. പൂർവിക സ്വത്ത് കൈവശം ഉണ്ടാവുമെങ്കിലും കുടുംബത്തിൽ തർക്കങ്ങളും കേസ് കാര്യങ്ങളും ഉണ്ടാവും. ജോലി നഷ്ടപ്പെട്ടവർക്ക് തിരികെ പ്രവേശിക്കാൻ അവസരമുണ്ടാവും. പല പരിശ്രമങ്ങളും പാഴായി പോവുകയും നിരാശയാകേണ്ടി വരുന്ന ഒരു കാലവും കൂടിയാണ്. എന്നാൽ ദൈവാനുഗ്രഹത്തിൻ്റെ ബലത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും മറികടക്കാൻ സാധിക്കും. അന്യഗ്രഹങ്ങളിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് പലതരത്തിലുള്ള വിഷമസന്ധികൾ ഈ വർഷം നേരിടേണ്ടി